പുതിയ ബഡ്ജറ്റിന് ശേഷം നമ്മൾ നാട്ടിൽ പ്രോപ്പർട്ടി വാങ്ങിക്കാനോ വിൽക്കാനോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നഷ്ടമായിരിക്കും. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബഡ്ജറ്റിന് മുമ്പാണെന്നുണ്ടെങ്കിൽ 10 വർഷം മുമ്പ് നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് 50 ലക്ഷത്തിനാണ് ആ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് നമ്മൾ 1 കോടിക്കാണ് വിൽക്കാൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ 50 ലക്ഷം ആയിരിക്കും പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് വെച്ചിട്ട് 20 ലക്ഷത്തിന്റെ 20% ക്യാപിറ്റൽ ഗെയിൻ നോക്കുമ്പോഴത്തേക്ക് 4 ലക്ഷം മാത്രം നമ്മൾ കൊടുത്താൽ മതി. അതേസമയം ആഫ്റ്റർ ബഡ്ജറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ 20% എന്നുള്ളത് 12.5% ആക്കിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഈ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുത്ത് കളഞ്ഞു. നമുക്ക് നോക്കി കഴിഞ്ഞാൽ 50 ലക്ഷത്തിന് വിറ്റ പ്രോപ്പർട്ടി 1 crore നമ്മൾ വിൽക്കുമ്പോഴത്തേക്ക് 50 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ 50 ലക്ഷത്തിന്റെ പുറത്താണ് 12.5 കൊടുക്കാനുള്ളത്. നേരത്തെ ഈ ഇൻഫ്ലേഷൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഒന്നുമില്ല. 12.5 നമ്മൾ കൊടുക്കാനുള്ളത്. അപ്പോൾ 6,25,000 രൂപയ്ക്ക് നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഇവിടെ നേരത്തെ നമുക്ക് 4 ലക്ഷവും ഇവിടെ 6,25,000 രൂപയും കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും, ഒരിക്കലും ടാക്സ് കട്ടിങ്ങും ഒന്നും ഉണ്ടാവുന്നില്ല. മിഡിൽ ക്ലാസ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ബെയർ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും പ്രോപ്പർട്ടി വാങ്ങിക്കണം എവിടെയാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെങ്കിൽ ആലോചിച്ച് കണ്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് തീരുമാനം എടുക്കുക. ഓക്കെ.